ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബിസ്ക് ആൻഡ് വീവ്. ഇന്ന് നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ട് ഒരു ചുരിദാർ കട്ടിംഗ് ആണ് കാണാൻ പോകുന്നത്. പെട്ടെന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകല്ലേ. ഇത് വളരെ ഈസിയാണ്, കാരണം നമുക്ക് ഒരേ ഒരു മെഷർമെൻറ്റ് മാത്രം നമ്മൾ എടുത്താൽ മതി. ബാക്കിയെല്ലാം നമ്മൾ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തനിയെ തയ്ക്കാനോ അല്ലെങ്കിൽ വേറൊരാൾ ഓർഡർ തരുമ്പോൾ നിങ്ങൾക്ക് തയ്ക്കാനോ ഒക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചുരിദാറിൽ നിന്ന് എടുക്കുന്ന മെഷർമെൻറ്റാണ് പറയുന്നത്, ശരീരത്തിൽ നിന്ന് എടുക്കുന്ന ചെസ്റ്റ് മെഷർമെൻറ്റ് വെച്ചിട്ടല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് വെച്ചിട്ട് എടുക്കുന്നത് നേരിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ടൈറ്റായി പോകും. അപ്പോൾ അതിനാവശ്യമുള്ള ലൂസും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അളവുള്ള ഒരു ചുരിദാർ എടുക്കുക. ചുരിദാർ എടുത്തിട്ട് ഇതുപോലെ ചെസ്റ്റും തമ്മിൽ, അതായത് ആം ഹോളിൻ്റെ താഴെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സൈഡ് മെഷർ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ എനിക്ക് 19 ഇഞ്ചസാണ് വരുന്നത്, അതായത് 38 ഇഞ്ചസാണ് ടോട്ടൽ ഇതിൻ്റെ റൗണ്ട് വരുന്നതെന്ന് അർത്ഥം. അതായത് മീഡിയം സൈസാണ് ഈ ഒരു ചുരിദാർ ഉള്ളത്. അപ്പോൾ ലാർജ് ആണെങ്കിൽ 40 ആണ്, എക്സൽ ആണെങ്കിൽ 42 ആണ്. അങ്ങനെ 2 ഇഞ്ച് കൂടിയിട്ടാണ് നമ്മുടെ സൈസസ് വരിക. അപ്പോൾ ഏതൊരു അളവാണെങ്കിലും അതനുസരിച്ച് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ലെങ്ത്ത് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ചുരിദാറിന് ഇപ്പോൾ 42 ആണ് ലെങ്ത്ത് വേണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മുകളിൽ നിന്ന് താഴേക്ക് 42 എടുക്കുക. അതിനോടൊപ്പം തന്നെ 1.5 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. മുകളിൽ ഷോൾഡറിൽ നമുക്കൊരു 1/2 ഇഞ്ച് ജോയിൻ ചെയ്യാൻ വേണം. താഴെ മടക്കി അടിക്കാൻ ഒരു 1 ഇഞ്ചും കൂടി വേണം. ലെങ്ത്ത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഷോൾഡർ കണക്കാക്കുക. ഷോൾഡർ കണക്കാക്കാനുള്ള ഫോർമുലയാണിത്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6 എന്നുള്ളതാണ് ഫോർമുല. അപ്പോൾ ഇവിടെ 38 ഡിവൈഡഡ് ബൈ 6, അപ്പോൾ 6.3 ആണ് എനിക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ തുണിയിലല്ല, ഇപ്പോൾ പേപ്പറിലാണ് മാർക്ക് ചെയ്യുന്നത്. തുണിയിലാണെങ്കിൽ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തിൽ നിന്ന് വേണം നമ്മൾ എല്ലാ മെഷർമെൻറ്റ്സും അടയാളപ്പെടുത്താൻ. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നമ്മൾ പേപ്പറിൽ നിന്ന് ചെസ്റ്റ് ഡിവൈഡ് ബൈ 6, 38 ബൈ 6 ചെയ്തപ്പോൾ 6.3 ആണ് കിട്ടിയത്. അത് ഷോൾഡറായിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ 6.3 മാർക്ക് ചെയ്യുകയാണ്. ഈ 6.3 തന്നെയാണ് നമുക്ക് ആം ഹോളും വരുന്നത്. ആം ഹോളിൻ്റെ ഫോർമുലയും സെയിം ആണ്, ചെസ്റ്റ് ഡിവൈഡ് ബൈ 6. അപ്പോൾ നിങ്ങളത് മാർക്ക് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. അപ്പോൾ നമ്മളിവിടെ താഴെയും കൂടി ജസ്റ്റ് ഒന്ന് 6.3 മാർക്ക് ചെയ്തു. ഇനി താഴേക്കും 6.3 തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആം ഹോളും റെഡിയായി. ഇനി അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ നെക്ക് വിഡ്ത്താണ്. നെക്ക് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ അവിടെയുള്ള ഓപ്പണിംഗ് ഉണ്ടല്ലോ, എത്ര വൈഡ് വേണം എന്നുള്ളത്, അതാണ്. അതിനായിട്ട് ചെസ്റ്റ് ഡിവൈഡ് ബൈ 12 ആണ് നമ്മുടെ ഫോർമുല. ചെസ്റ്റ് ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ ഇവിടെ 3.1 ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്തു. അതിനുശേഷം നെക്ക് ഡെപ്ത് കണ്ടുപിടിക്കാൻ ചെസ്റ്റ് ഡിവൈഡ് ബൈ 8 ചെയ്യാം. അതോടൊപ്പം ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് കൂട്ടാം. അങ്ങനെ ആകുമ്പോൾ എനിക്ക് കിട്ടുന്നത് 38 ബൈ 8 4.25 ആണ്. അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ചും കൂടി ചേർക്കുമ്പോൾ 5 ഇഞ്ചിൽ ഞാനിവിടെ ഡെപ്ത് മാർക്ക് ചെയ്തു. സാധാരണ 6 ഇഞ്ച് വരെ നമുക്ക് ഫ്രണ്ട് നെക്കൊക്കെ ഇറക്കാവുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് ഞാൻ ഈ പറയുന്നത്. ഇനി നമ്മുടെ ആം ഹോള് വരച്ചിട്ടുള്ള 6.3 ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ഇഞ്ചസിലാണ് നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. ആ ഒരു ലൈൻ ഞാൻ ഇതുപോലെ ഒന്ന് നീട്ടി വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇതിൽ നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് നമ്മൾ കുർത്തിയിൽ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് 9.5, അതായത് 38 ഡിവൈഡഡ് ബൈ 4 ആണ് നമ്മൾ ചെയ്യുക. ഇത് ഒരു സൈഡാണ് നമ്മൾ മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 38 ഡിവൈഡഡ് ബൈ 4 ചെയ്തു. അപ്പോൾ നമുക്ക് 9.5 കിട്ടി. അത് നമ്മളവിടെ മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് 40 ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യണം, 40 വെച്ചിട്ട് വേണം ഇപ്പോൾ പറഞ്ഞ എല്ലാ മെഷർമെൻറ്റ്സും ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ 38ൻ്റെ ആണ് ചെയ്ത് കാണിക്കുന്നത്, അതുകൊണ്ടാണ് എല്ലാം 38 ഡിവൈഡ് ബൈ എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ 40 ആണെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇനി വേണ്ടത് നമ്മുടെ വേസ്റ്റ് ലെങ്ത് ആണ്. വേസ്റ്റ് ലെങ്ത്ത് യൂഷ്വലി വരുന്നത് 12 to 13 അല്ലെങ്കിൽ 13.5 ഇഞ്ചസ്. ഈ ഒരു ഇഞ്ചസിലാണ് നമുക്ക് സാധാരണ ആളുകളുടെ വേസ്റ്റ് മെഷർമെൻറ്റ് വരിക. ഒരുപാട് ഹൈറ്റൊക്കെ ഉണ്ടെങ്കിലാണ് 14 അങ്ങനെയൊക്കെ വരുള്ളൂ. സാധാരണ വരുന്നത് 12 ഇഞ്ച്, 13 ഇഞ്ച്, 13.5 ഇഞ്ച്, ഇതൊക്കെയാണ് നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ് വരാറുള്ളത്. അപ്പോൾ ഞാനിവിടെ 13 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണ്. ആ ലൈനിലാണ് നമ്മുടെ വേസ്റ്റിൻ്റെ റൗണ്ട് കൊടുക്കേണ്ടത്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒതുങ്ങിയ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് വേസ്റ്റ് റൗണ്ട്. ഇതിപ്പോൾ ബിഗിനേഴ്സിന് കൂടി വേണ്ടിയിട്ടായതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇതുവരെ നമ്മൾ മാർക്ക് ചെയ്തത് ഒന്നുകൂടി പറയുകയാണ് കേട്ടോ. മീഡിയം സൈസ്, അതായത് 38 ഇഞ്ചസ് ചെസ്റ്റ് വരുന്ന കുർത്തിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്ത ഒരു കുർത്തിയുടെ മെഷർമെൻറ്റ്സാണ് പറയുന്നത്. ആദ്യം നമ്മൾ മാർക്ക് ചെയ്യേണ്ട ലെങ്ത്താണ്. ലെങ്ത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ.
അതിനുശേഷം ഷോൾഡറാണ്. ചെസ്റ്റ് ഡിവൈഡ് ബൈ 6 എന്നാണ്. ഷോൾഡറിൻ്റെയും ആം ഹോളിൻ്റെയും ഒരേ ഫോർമുലയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എത്രയാണോ അതിനെ ഡിവൈഡഡ് ബൈ 6 ചെയ്യുക. 40 ആണെങ്കിൽ 40 ഡിവൈഡ് ബൈ 6 ചെയ്യണം. ഞാനിവിടെ 38 വെച്ചിട്ടാണ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് 6.3 ഇഞ്ചസ് ആണ് കിട്ടുന്നത്. അത് ഞാൻ ഷോൾഡറായിട്ടും അതുപോലെ ആം ഹോളായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് മാർക്ക് ചെയ്തു. അടുത്തത് നെക്ക് വിഡ്ത്ത് ആണ്. ചെസ്റ്റ് ഡിവൈഡ് ബൈ 12 ആണ് നെക്ക് വിഡ്ത്ത്. അതെനിക്ക് 3 ഇഞ്ചസ് ആണ് കിട്ടുന്നത്. അടുത്തത് നെക്ക് ഡെപ്ത് ആണ്. ചെസ്റ്റ് ഡിവൈഡ് ബൈ 8 ഇഞ്ചസ് പ്ലസ് ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് ചേർക്കാവുന്നതാണ്. അതെനിക്ക് 4.25 കിട്ടുക. 4.25 കൂടെ 1/4 ഇഞ്ചും കൂടി ചേർക്കുമ്പോൾ 5 ഇഞ്ചിൽ ഞാൻ നെക്ക് ഡെപ്തും മാർക്ക് ചെയ്തു. അടുത്തതാണ് നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12, 13, 13.5 ഈ ഒരു ഇതിലായിരിക്കും യൂഷ്വലി എല്ലാവർക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 13 ഇഞ്ചസിൽ മാർക്ക് ചെയ്തു. അതിനുശേഷം വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാൻ നമ്മൾ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൽ നിന്നും 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ കൊടുക്കാറ്. ഓക്കെ, അപ്പോൾ 9.5 ഇഞ്ചസാണ് ഇവിടെ. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് 8.5 ഇഞ്ചസാണ്. ചെസ്റ്റിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ടുള്ള അളവാണ് വേസ്റ്റ് റൗണ്ടായിട്ട് മാർക്ക് ചെയ്യുന്നത്. അടുത്തതായിട്ട് മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ സ്ലിറ്റ് വരുന്ന ഭാഗം അല്ലെങ്കിൽ ഹിപ്പ് വരുന്ന ഭാഗം. രണ്ടും ഏകദേശം സെയിം ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ യൂഷ്വലി എല്ലാവരുടെയും കേസിൽ 19 മുതൽ 20, 21 വരെ അങ്ങനെയാണ് നമുക്ക് വരിക. അപ്പോൾ ഞാനിവിടെ 19 ഇഞ്ചസിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും ശരീരഘടന, അതായത് നല്ല ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ 21 വെച്ചോളൂ. മീഡിയം സൈസ് ആണെങ്കിൽ 20 വെക്കാം. അല്ല നല്ല ഹൈറ്റ് കുറവാണെങ്കിൽ 19, 19.5 എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇതിനനുസരിച്ച് വെക്കാം. ഇത് നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് ചെസ്റ്റിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് ചെയ്യുക. അതിൻ്റെ കാരണം ചെസ്റ്റ് മെഷർമെൻറ്റ് മാത്രമായിട്ട് വെച്ചാലും മതി, 9.5 തന്നെ നമുക്കിവിടെ കൊടുത്താലും മതി. പക്ഷേ നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ടുള്ള അമ്മമാരുടെ വയറൊക്കെ അല്പം പൊങ്ങിയിട്ടാണ് നിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവിടെ ഭാഗം ടൈറ്റായിട്ടാണ് വരിക. അതുകൊണ്ട് നമ്മൾ ചെസ്റ്റിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ 10.5 ഇഞ്ചസ് മാർക്ക് ചെയ്തു. അടുത്തതായിട്ട് നമ്മൾ ബോട്ടം വിഡ്ത്താണ്. ബോട്ടം പറഞ്ഞാൽ ചുരിദാറിൻ്റെ ഏറ്റവും താഴെയുള്ള വിഡ്ത്ത്. അപ്പോൾ നമ്മൾ ലെങ്ത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഏരിയയിലാണ്, ആ ഒരു ഭാഗത്താണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് മാർക്ക് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ സ്ലിറ്റിൻ്റെ അല്ലെങ്കിൽ ഹിപ്പിൻ്റെ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു 10.5 തന്നെ കൊടുത്താലും മതി. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഒന്ന് ചെരിഞ്ഞ് നിൽക്കുന്നതായിരിക്കും ആ ഒരു സ്ലിറ്റിനൊരു ഭംഗി. അതുകൊണ്ട് നമ്മൾ +1 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 11.5 ഇഞ്ചസ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യുകയാണ് വേണ്ടത്. അതിന് ശേഷം നമുക്ക് സീം അലവൻസ് കൊടുക്കണം. ഇനി നമുക്ക് ഈ ആം ഹോളിൻ്റെ ഒരു കർവ് ഉണ്ട്, അത് കണ്ടുപിടിക്കാനും നമുക്കൊരു ഫോർമുല ഉണ്ട്. ആം ഹോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് വരച്ച് വെച്ചിട്ടില്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫോർമുല ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 24 ആണ്. അങ്ങനെ വരുമ്പോൾ എനിക്ക് കിട്ടുന്നത് 1.6, ഏകദേശം 1.58 ആ ഒരു ഇതിലാണ് കിട്ടുക. അപ്പോൾ ഒന്നുകിൽ 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ അത് മാർക്ക് ചെയ്യേണ്ടത് ഈ ഒരു എഡ്ജ് പോയിന്റിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് മാർക്ക് ചെയ്യാം. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് മുകളിലേക്ക് 1.5 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം അതൊന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഷേപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെസ്റ്റിൻ്റെ പോയിന്റിലേക്കാണ് മുട്ടിക്കേണ്ടത്. അതിനോടൊപ്പം തുടങ്ങേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഈ 6.3 ഇഞ്ചസ് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ മിഡിൽ പോർഷനിൽ നിന്ന് ഒന്നിങ്ങനെ ബെൻഡ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇതുപോലെ നമുക്കൊരു ഷേപ്പ് കിട്ടി. അപ്പോൾ എല്ലാവർക്കും സംശയമാണ് ആ ഒരു കോർണറിൽ എത്രയാണ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി അതിൻ്റെ സംശയത്തിൻ്റെ ആവശ്യമില്ല. ചെസ്റ്റ് ഡിവൈഡ് ബൈ 24 നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കിട്ടുന്ന മെഷർമെൻറ്റ് ഏതാണോ അതായിരിക്കും അവിടെ. ബാക്കിലെ ആം ഹോളാണ് ഇത് കേട്ടോ, അത് പ്രത്യേകം പറയാണ്. ഫ്രണ്ട് ആം ഹോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വ്യത്യാസപ്പെടുത്തിയിട്ട് വരയ്ക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാനിവിടെ ബാക്കിയെല്ലാം ജോയിൻ ചെയ്ത് എടുത്തിട്ട് കാണിക്കാം. നമ്മൾ വരച്ചെടുക്കുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന ലൈനാണ്. ഇനി നമുക്ക് സീം അലവൻസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ട കാര്യം, ഇനി നെക്ക് വിഡ്ത്തിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞുതരാം. കാരണം നമ്മൾ 3 ഇഞ്ചസ് എന്ന് പറയുന്നത് റെഡി അളവാണ്. നമുക്ക് എല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് കിട്ടേണ്ട അളവ് 3 ഇഞ്ചസ് ആണ്. അപ്പോൾ നമ്മൾ ലൈനിങ് ഇട്ടിട്ട് മറിച്ചടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ 1/2 ഇഞ്ച് ഇട്ടിട്ടാണ് അടിക്കുന്നതെങ്കിൽ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ. 2.5 ഇഞ്ചായിരിക്കും അപ്പോൾ നെക്ക് വിഡ്ത്ത് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. കാരണം സ്റ്റിച്ച് ചെയ്യാൻ നമുക്കൊരു അലവൻസ് കൊടുക്കണമല്ലോ. ഇനി അത് ശ്രദ്ധിക്കുക. പിന്നെ ആ മാർക്കിനുള്ളിൽ നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും വരച്ചെടുക്കാം ആ ബോക്സിനുള്ളിൽ. അടുത്ത ഞാനിവിടെ സീം അലവൻസ് കൊടുക്കുകയാണ്. സീം അലവൻസ് ചെസ്റ്റിൻ്റെ അവിടെ 1.5 ഇഞ്ചസാണ് കൊടുക്കുന്നത്. റെഡിമെയ്ഡ്സിലൊക്കെ 1 ഇഞ്ച് പോലും ഉണ്ടാവില്ല കേട്ടോ, 1/2 ഇഞ്ചൊക്കെയാണ് ഉണ്ടാവുള്ളൂ. നമ്മൾ പക്ഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1 അല്ലെങ്കിൽ 1.5 ഇഞ്ചസ് കൊടുക്കാം. അതിൻ്റെ കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല.
ഇനിയിപ്പോൾ ആദ്യമായിട്ടൊക്കെ അടിച്ചു നോക്കുന്നവരാണെങ്കിൽ ഒരു 2 ഇഞ്ചസ് കൊടുക്കാം. അപ്പോൾ ചെസ്റ്റിലും വേസ്റ്റിലും നമ്മൾ 1.5 ഇഞ്ചസ് കൊടുക്കുന്നു. പക്ഷേ സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ 1 ഇഞ്ചാണ് കൊടുക്കാൻ പാടുള്ളൂ. 3/4 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ കൊടുക്കാം. അതിൽ കൂടുതൽ നമുക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ മടക്കി അടിക്കുമ്പോൾ വൃത്തി ഉണ്ടാവില്ല. അതേ 1 ഇഞ്ച് തന്നെ വേണം നമ്മൾ താഴെ ബോട്ടമിലും കൊടുക്കാൻ. ബാക്കി 2 സ്ഥലത്തും നമുക്ക് 1.5 ഇഞ്ച് കൊടുക്കാം. പിന്നെ ഇവിടെ എത്തുമ്പോൾ ചെറിയൊരു ഇങ്ങനെ കേർവ്ഡ് ലൈൻ ആയിട്ടായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമാണ് ആ ഒരു ഭംഗി കിട്ടുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ ഒരു കേർവ് ലൈൻ കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മുടെ ആം ഹോളിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ചു വെട്ടാണ് വേണ്ടത്. ബാക്കിൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഷോൾഡറൊക്കെ പരന്നിരിക്കുന്ന പോലെ ആയിരിക്കും. ഫ്രണ്ടിൽ കുറച്ചൊരു ഒതുക്കുണ്ടെങ്കിലാണ് നമ്മുടെ കൈയിൻ്റെ അവിടെയുള്ള അല്ലെങ്കിൽ കുറച്ച് തുണികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചുളുങ്ങി നിൽക്കുന്നത് പോലെ തോന്നും. അതിനാണ് നമ്മൾ ഫ്രണ്ട് ഭാഗം മാത്രം ഒന്ന് മാറ്റി കുഴിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ക്യാമറ ഒന്ന് ഇങ്ങോട്ട് നീങ്ങിപ്പോയിട്ടോ. നമ്മൾ ആ എഡ്ജിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ബാക്കിലോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിലാണ് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഇതുപോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വരയ്ക്കാൻ പോകുന്നത് ആ ഒരു നമ്മൾ നേരത്തെ വരച്ച ലൈനിൻ്റെ തൊട്ടിപ്പുറത്ത് ബാക്കിലൊരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, അതിൽ കൂടെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ കിട്ടും. അതും നമ്മുടെ ചെസ്റ്റ് ലൈനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കുന്നത്. ഇങ്ങനെ നമ്മുടെ കുർത്തി കട്ടിങ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പാറ്റേൺ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ടാണ് നമ്മളുടെ ചുരിദാറിലേക്ക് വരയ്ക്കുന്നതെങ്കിൽ ഫ്രണ്ട് ആം ഹോൾ ഇപ്പോൾ വെട്ടിയെടുക്കരുത്. ബാക്ക് ആം ഹോൾ വെച്ചിട്ട് വെട്ടിയ ശേഷം ഫ്രണ്ട് ആം ഹോൾ വെട്ടിയെടുത്തിട്ട് പിന്നെ അതിൽ മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് ലാസ്റ്റ് ഇതുപോലെ ഒരു ബോട്ടം വിഡ്ത്തിൻ്റെ അവിടെ നമുക്ക് ഇങ്ങനെ ഒന്നിങ്ങനെ കോണിച്ച് നിൽക്കും, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ മാത്രം ഒന്ന് തൂങ്ങി നിൽക്കും. അതിന് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ ബോട്ടം വിഡ്ത്ത്, അതിൻ്റെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക, അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. അവിടെ മുതൽ ആ 3/4 ഇഞ്ചിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മളൊരു 11.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 1/2 ഞാൻ മാർക്ക് ചെയ്യുന്നു. അതിന് ശേഷം അതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം കൂടി നമ്മൾ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു കുർത്തി കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റെഡിമെയ്ഡൊക്കെ കിട്ടുന്ന ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ചാർട്ട് പോലത്തെ ഒരു സംഭവമാണ്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് ചെസ്റ്റ് മെഷർമെൻറ്റ് കിട്ടിയാലും ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ചെയ്ത് നോക്കിക്കോളൂ. പക്കാ പെർഫെക്റ്റ് ആയിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവരുടെയും ശരീരം വ്യത്യസ്തമാണ്. എങ്കിലും ഇത് നിങ്ങൾക്ക് ഒരു അപാകതയും വരാതെ ഇടാൻ പറ്റും, അത് ഉറപ്പാണ്. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യൂ. ഞാൻ കാറ്റലോഗ് അയച്ചു തരാം. അതുപോലെ മറ്റുള്ള വീഡിയോസും കാണുക. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.